നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാജനക്ഷത്ര ജാതരുടെ ചില പ്രത്യേകതകളെ പറ്റിയാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ്. ഈ നക്ഷത്ര ജാതർ വീട്ടിലുണ്ടോ? വരാനിരിക്കുന്നു ഭാഗ്യദിനങ്ങൾ. നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ്: ചിത്തിര, അവിട്ടം, മകം, വിശാഖം, ആയില്യം, ചതയം, രേവതി, മൂലം, കാർത്തിക, തൃക്കേട്ട. ഇവർക്ക് വരാനിരിക്കുന്നു ഭാഗ്യദിനങ്ങൾ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ രാജനക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകൾ ഞാൻ ഇനി പറയാം. അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് വീഡിയോ കണ്ടു നോക്കുക. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ അഹങ്കാരിയും തനിഷ്ഠക്കാരും കടുംപിടുത്തക്കാരും ഒക്കെയാണ്. എന്നാൽ മറ്റുള്ളവരോട് വിധേയത്വം പാലിക്കുന്നവർ അല്ലതാനും. സ്വന്തം വീട്ടിൽ പോലും ഇവരെ അഹങ്കാരി എന്നും ദേഷ്യക്കാരെന്നും തന്നിഷ്ടക്കാരെന്നും വിളിക്കും. എന്നാൽ അടുത്തറിയുന്നവർക്ക് അറിയാം ഇവരെ പോലെ നല്ല മനുഷ്യർ വേറെ ഇല്ല എന്ന്. നന്മയുള്ളവരും ഉപകാരികളുമായിട്ടുള്ളവരും വേറെ ഇല്ല താനും. ഇത്രയും നല്ല മനസ്സിനുടമകളായിട്ടുള്ള നക്ഷത്രജാതർ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രജാതർ ആരുടെയും അടിമയായിട്ട് അവർ പറയുന്നത് കേട്ട് നിൽക്കില്ല. ആരോടും അനാവശ്യമായി വിധേയത്വം കാണിക്കുകയുമില്ല. ഒരു വ്യക്തമായ ഐഡന്റിറ്റി ഉള്ളവരാണ് ഈ നക്ഷത്രജാതർ. ഇവർക്ക് എല്ലാ കാര്യത്തിലും അവരുടേതായ ഒരു കാഴ്ചപ്പാട് ഉണ്ട്, ഒരു രീതിയുണ്ട്. അതനുസരിച്ച് മുൻപോട്ട് പോകൂ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഇക്കൂട്ടർ ചെയ്യില്ല. ഇവർക്ക് ഇവരുടേതായ രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ ഇവർ ജീവിക്കുകയുള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവരോട് പലർക്കും അനിഷ്ടവും ഉണ്ടാകാറുണ്ട്. കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്താറുണ്ട്. കുടുംബത്തിൽ ഏറ്റവും അടുത്തവരായിരിക്കും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവുക. ഈ നക്ഷത്രജാതർ, രാജയോഗമുള്ള നക്ഷത്രജാതർ, മറ്റൊരാൾക്കൊരാപത്ത് വന്നാൽ അത് എത്ര ശത്രുവായിരുന്നാലും ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും. ലോക ഉപകാരികളായിരിക്കും ഈ കൂട്ടർ. എന്നാൽ ഇവർക്ക് ഒരു കാര്യം വന്നാൽ ആരും ഉണ്ടാവില്ല. ഇവരെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല. വീട്ടുകാർ പോലും ഒരു സഹായത്തിനും ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത അന്യരായിരിക്കും അവരെ സഹായിക്കുക. സ്നേഹിക്കുന്നവരെ ജീവന് തുല്യം സ്നേഹിക്കും. വെറുക്കുന്നവരെ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. ഇവർ സ്നേഹിക്കുന്ന ആൾ എന്തെങ്കിലും ഇവർക്ക് മനസ്സിന് താങ്ങാൻ പറ്റാവുന്നതിലധികം എന്തെങ്കിലും ചെയ്താൽ ഇവർ വെറുക്കുന്നത് വല്ലാതെ വെറുക്കും. അവരുടെ ജീവിതാവസാനം വരെ ഇവർ ആ കൂട്ടരോട് മിണ്ടിയോ സംസാരിച്ചോ എന്നൊന്നും വരില്ല. മുഖത്ത് നോക്കി കാര്യം പറയൂ കൂട്ടർ. മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പെരുമാറില്ല. കണ്ണിൽ കണ്ടത് തുറന്നു പറയും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കൂടുതലായിരിക്കും. ഇവരോട് അസൂയുള്ളവരും വളരെ കൂടുതലാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് അതിൽ നിന്നും ഒക്കെ കരകയറി ജീവിതം പടുത്തുയർത്തുന്നവരാണ് ഇവർ. സർവ്വതും തീർന്നു എന്ന അവസ്ഥയിൽ നിന്നും സർവ്വതും പടവെട്ടി ഒറ്റയ്ക്ക് പൊരുതി നേടിയുണ്ടാക്കുന്നവരാണ് ഇവർ. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് എല്ലാം നേടിയെടുക്കുന്നവരാണ് ഈ നക്ഷത്രജാതർ. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ നേതൃപാഠവും ഉള്ളവരാണ്. പുച്ഛിച്ചു തള്ളിയവരുടെ മുൻപിൽ തല ഉയർത്തി എല്ലാ തരത്തിലും മികവ് പുലർത്തി നിൽക്കുന്ന ഒരു കാലം ഇവർക്കുണ്ടാകും. ഇവരുടെ മക്കളായിട്ട് ജനിക്കുന്നവർ വളരെ ഭാഗ്യം ചെയ്തവരാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ കൂട്ടർ. താനുണ്ടില്ലെങ്കിലും തൻ്റെ മക്കൾ ഉണ്ണണം എന്ന ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കുന്ന ആളുകളായിരിക്കും ഇവർ. മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മക്കളുടെ സുഹൃത്തായിരിക്കും ഈ കൂട്ടർ. മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ അവർ ഒരു പക്ഷേ പറയും ഈ കൂട്ടരാണ് എന്ന് പറയും. മക്കൾക്ക് വേണ്ടി പോരാടി ജീവിക്കുന്നവരാണ് ഇവർ.
മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ് ഈ കൂട്ടർ. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട്. ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ, അങ്ങനെ ഇങ്ങനെ ഒന്നൊരു പ്രശ്നത്തിൽ ഇവർ ഇടപെട്ടാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്കറിയാം. ഇത്രയും നന്മയും മനസ്സുമുള്ളവർ വേറെ കാണില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രജാതർ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അനാവശ്യ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യാത്തവരാണ് ഈ കൂട്ടർ. ഈ രാജനക്ഷത്ര ജാതർ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിനും ഇടപെട്ടില്ല എങ്കിലും ഇവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാനായിട്ട് സ്വന്തക്കാരായിട്ടും ബന്ധുക്കാരായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഉയർച്ച താഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും ഈ നക്ഷത്ര ജാതർക്ക്. എന്നാൽ കൈവിട്ടു പോകുന്നു എന്ന സമയത്ത് ഏതോ ഒരു ശക്തി ഇവരുടെ ഒപ്പം നിന്ന് ഉയർത്തിക്കൊണ്ടുവരും ഇക്കൂട്ടരെ. ഈ രാജനക്ഷത്ര ജാതർക്ക് 27 മുതൽ 40 വയസ്സ് വരെയുള്ള കാലം വളരെ നിർണായകമാണ്. ഇതിൽ ഒരു 27 മുതൽ 33 വയസ്സ് വരെയുള്ള സമയം അതിനിർണായകമാണ്. ജീവിതത്തിൽ വലിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും ഇക്കൂട്ടർ. എവിടെയും അവരെ തോൽപ്പിക്കാനാവില്ല. എപ്പോഴും അവരെ തോൽപ്പിക്കാതെ കൂടെ ചേർത്ത് നിർത്താൻ ഏതോ ഒരു ശക്തി അവരുടെ കൂടെ തന്നെയുണ്ട്. ഈ വൈശാഖ മാസം കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതർക്ക് അതിഭാഗ്യമാണ് വരാനിരിക്കുന്നത്. ഈ നക്ഷത്ര ജാതർ പ്രതീക്ഷിക്കാതെ ധനയോഗവും പലവിധ ധനാഗമങ്ങളും ഉണ്ടാവും. ഇവരുടെ കൂടെയുള്ള ആ ഈശ്വര ചൈതന്യം ഇവരെ വളരെ ഉയർച്ചയിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഈ രാജനക്ഷത്ര ജാതരുടെ പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കൂട്ടർ, ഈ നക്ഷത്ര ജാതർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ രാജനക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞവയിലുണ്ട്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കൊച്ചുമക്കളെയും മക്കളെയും എല്ലാവരെയും ഭഗവാന്റെ ചൈതന്യത്തോടു കൂടി ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഭാഗ്യത്തോടും കൂടി ഈ രാജനക്ഷത്രക്കാർ ജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹവും തുണയും കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.